വിജയ്, ഈ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണു. അത് ഇടിഞ്ഞു വീണതിൻ്റെ പിറ്റേന്ന് നമ്മുടെ ഇവിടുത്തെ കാരണഭൂതം മുങ്ങി. പിന്നെ പൊങ്ങിയത് ഇന്നാണ് അല്ലേ? ഇന്ന് വെളുപ്പിന് പൊങ്ങിയിട്ടുണ്ട്. പട പേടിച്ച് അമേരിക്കയിലേക്ക് ഓടി. എന്നിട്ടിപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ പന്തം കൊളുത്തിപ്പട എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ മൂപ്പറുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. മുഖ്യൻ ഇല്ലാതിരുന്ന 10 ദിവസം ഇവിടെ എന്തായിരുന്നു, ഗ്രഹണമായിരുന്നു എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പാർട്ടിയിലെ ഞാഞ്ഞൂലകൾ വരെ തലപൊക്കി തുടങ്ങിയ സമയമാണ്. ഇവന്മാരെല്ലാവരും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള പൊല്ലാപ്പൊക്കെ ഈ എങ്ങനെയായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി, അതായത് കാരണഭൂതം എങ്ങനെയായിരിക്കും അതൊക്കെ നേരിടാൻ പോകുന്നത്? ഞാനൊരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. ആയിക്കോട്ടെ. ഈ പാട്ട് കേൾക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും മുഖ്യന്റെ അവസ്ഥ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. അടുത്ത വരിയാണ് പ്രസക്തം. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരമ്പോർമ്മയിൽ കണ്ടു. ഈ പാട്ട് ഞാനിപ്പോൾ പാടുന്നല്ലേ. ഈ പാട്ട് ഇന്നലെ ദുബായിൽ നിന്ന് കേരളത്തിലേക്കൊരു ഫ്ലൈറ്റിൽ വെച്ചിട്ട് കേരള രാജ്യത്തിന്റെ ചക്രവർത്തി നമ്മുടെ പിണറായിയെ വലിയ കോയി തമ്പുരാൻ പള്ളി ഉറക്കത്തി വെച്ച് കേട്ട പാട്ടാണ് ഈ വിടുവായൻ തവളകളെ പറ്റിയുള്ള പാട്ട്. കാരണം വിടുവായൻ തവളകൾക്കാണ് ഈ കൊട്ട് കൊടുത്ത് ഉറക്കാൻ പോകേണ്ടത്. 1 2 അല്ല, 10,000-കണക്കിനാണ്. ഒരു 10 ദിവസം ഒന്ന് മാറി ഇന്നേ ഉള്ളൂ. എന്തായാലും ആശാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് വിവാദങ്ങൾക്ക്, അതേ വിവാദങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. തിരിച്ചു വന്നത് അതിൻ്റെ 10 മടങ്ങ് വിവാദങ്ങൾക്കിടയിലോട്ടാണ്. അല്ല, ഏറ്റവും ഒടുവിലത്തെ പുകച്ചിലെന്ന് പറഞ്ഞാൽ ആർഷോ PK ശശി കൊലവിളിയാണ്. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ടൊക്കെ നടക്കുന്ന. അപ്പം ഇപ്പം ഇദ്ദേഹം വന്നിട്ടുള്ളത് നശിപ്പിച്ചല്ലോടാ നിങ്ങളൊക്കെ എന്നും പറഞ്ഞ് കരുതുള്ളിക്കൊണ്ടാണ് സാമ്രാജ്യം. അങ്ങനെയാണ് മുഖ്യം വരുന്നത്. അപ്പം ആർഷോയ്ക്ക് 2 പൊട്ടിച്ചെയ്യുമെന്നും കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അങ്ങനെ ഒരു സൂചന വരുന്നുണ്ട്. കാരണം CPM നേതാക്കൾ തടഞ്ഞിട്ടും അത് അവഗണിച്ചിട്ട് ശശിക്കെതിരെ ആർഷോ കൊലവിളി നടത്തിയെന്നാണ് ഇപ്പൊ കിട്ടിയ വിവരം. അതായത് CPM അകത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ആർഷോ ഇറങ്ങി. അപ്പൊ 10 ദിവസം പിണറായി മാറി ഇന്നപ്പോൾ CPM നേതാക്കൾ SFI ഞാഞ്ഞൂലുകളുടെ ഇവിടെ അങ്ങ് അഴിഞ്ഞാടി. അതായത് പിണറായി പൂർണ്ണമായിട്ട് മാറാൻ കാത്തിരിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വേണം നമ്മൾ ഇതിന് മനസ്സിലാക്കാൻ. അപ്പൊ ഇന്നലെ വൈകുന്നേരത്തോടെ ദുബായിലെത്തിയ മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ 3:30 തിരുവനന്തപുരത്ത് എത്തിയത്. ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും അമേരിക്കയെ തെമ്മാടി രാഷ്ട്രമായിട്ട് വീണ്ടും പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ കഴിഞ്ഞല്ലോ, ഇനി അവിടെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും CPM സർക്കാരിലും ഒക്കെ ആകെ ഒരു പുകച്ചിലും എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, നാഥനില്ല കളരി പോലെ. അപ്പോൾ തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചേച്ചിക്കുണ്ടോ സംശയം? ഉറപ്പ് എപ്പോഴാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുമോ? മാധ്യമങ്ങളെ കണ്ടാലേ പുള്ളിക്ക് ചതുർത്ഥിയാണ്. അത് ഇനി പറയാനും പറ്റൂല. അതല്ലേ പ്രശ്നം. കാരണം അത് പറയാൻ പറ്റില്ല ഇനി. കാരണം അവരുടെ അവസ്ഥ മാറിയില്ല, ഇത് മാറി. അപ്പൊ എന്നാ ഉത്തരവൊന്നും പിണറായിക്ക് ഇല്ലേന്ന് താനും. അപ്പം ഇനി ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പം മുഖ്യമന്ത്രി പേടിച്ചോടി എന്ന് വരെയായിരുന്നു ഇതുവരെയുള്ള വിമർശനങ്ങൾ. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചിട്ട് ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു വാർത്താ സമ്മേളനമെങ്കിലും നടത്തിയിട്ട് പോകുമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി, നമ്മൾ കണ്ണുവർക്കും അറിയുന്ന മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞു. കടൽ കൊള്ളക്കാരൊക്കെ കടന്നു കളയില്ല, ഈ വിജയ് മല്യയൊക്കെ കടന്നു കളഞ്ഞെന്ന് പറയില്ല. അദ്ദേഹം അത് ഉദ്ദേശിച്ചത് പത്രസമ്മേളനം നടത്തിയില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം നല്ലൊരു മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചതായിരിക്കും. കാരണം ഓരോ വിഷയങ്ങളുണ്ടാകും, അപ്പപ്പോ വന്ന് ഈ പത്രസമ്മേളനം നടത്തി പറയുക എന്നുള്ളത് അതൊന്നും അല്ല എന്റെ ജോലി, ഞാനതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, നിങ്ങളതൊക്കെ നോക്കി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ ഇത് ഒരെണ്ണം അല്ല, ഇനി എല്ലാം കൂടെ എത്ര എണ്ണം വരും നോക്കട്ടെ എന്ന് വെയിറ്റ് ഒറ്റ ഉത്തരം മതി. അത് മതി.
അപ്പോൾ എന്തായാലും മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടാൽ പെട്ടു എന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് അവരെ പേടിച്ച് തന്നെയാണ് പിണറായി ഓടി എന്നുള്ള കാര്യം സത്യം. മറ്റേ നമ്മളെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ അറിഞ്ഞൂടെ, അതുപോലെ വീണ ജോർജിൻ്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു, നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാനൊന്ന് അമേരിക്ക വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയതാണ്. പിന്നെ ഇപ്പോഴാണ് പൊങ്ങുന്നത്. അപ്പം എന്തായാലും തിരിച്ചു വരുന്നത് നല്ല ഗംഭീര അവസ്ഥയിലേക്കാണ്. ചേച്ചി ടൊബാക്കോയുടെ പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും, ചിലയിടത്ത് ചാരം ചിലയിടത്ത് പുക, ഈ നാടിന് എന്താണ് പറ്റിയത്, അങ്ങനെ ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത്. ഒരാഴ്ചത്തേക്ക് മിക്കവാറും യാത്രാ ക്ഷീണമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി മുങ്ങാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. പിന്നെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന വിവാദങ്ങൾ അത്ര ചെറുതല്ല. മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ വിവാദങ്ങൾ കെട്ടടക്കാൻ MV ഗോവിന്ദനെ കൊണ്ട് ഒരു ചുക്കും ഇവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ചെത്തുമ്പോൾ അണ്ണാക്കിലെ പിരിവിട്ടുന്ന ചോദ്യങ്ങളൊന്നും കാണരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എന്നിട്ടൊന്നും ഫലം കണ്ടില്ല. സമസ്ത മുതൽ ഇങ്ങോട്ട് പാലക്കാട്ട് CPM-ലെ കൊലവിളി വരെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട അവസ്ഥയാണ്. ഇതിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റൂല. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സമസ്ത ഇടഞ്ഞിരിക്കുന്നു എന്നുള്ളത്. സ്കൂൾ സമയക്രമ മാറ്റത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. സമസ്തയും കാന്തപുരവും ഇടഞ്ഞു നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉറച്ച നിലപാടാണ് വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് സംഘടനകളുമായിട്ട് ചർച്ച നടത്താതെ സ്കൂൾ കലണ്ടറും പുറത്തിറക്കിയിട്ടുണ്ട് ശിവൻകുട്ടി മാസാവാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഇടയ്ക്കൊന്ന് താന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് ഇതായെങ്കിലും അപ്പോൾ വിഷയത്തിൽ ന്യൂനപക്ഷ വികാരം അട്ടിമറിച്ചു എന്ന് എന്നൊരു ആരോപണം സമസ്ത ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സംഘടനയാണ് സമസ്ത. പ്രത്യേകിച്ച് ഈ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, കാന്തപുരവും അങ്ങനെയായിരുന്നു. ഈ വിഷയത്തിൽ പിണറായി എടുക്കുന്ന പരസ്യ നിലപാട് നിർണായകമാണ്. സമസ്തയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി സംസാരിച്ചത്. പിണറായി പോലും ഇന്നോളം സമസ്തയും മറ്റ് മുസ്ലിം സംഘടനകളെയും ചൊടിപ്പിക്കാൻ നിന്നിട്ടില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഒന്ന് കണ്ണുരുട്ടുമ്പോൾ അവിടെ നിന്ന് വിറയ്ക്കും പിണറായി. അതുവരെ കാരണം അവരെ പ്രീണിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു നയം. അപ്പോൾ സമസ്തയെ പരിഹസിച്ച ശിവൻകുട്ടിയുടെ നിലപാട് പിണറായിയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഉണ്ട്. കാരണം പിണറായിയുടെ അഭാവത്തിൽ, അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് പിണറായിയുടെ അഭാവത്തിൽ മന്ത്രിമാർ നട്ടല് കാണിച്ചു തുടങ്ങി എന്നൊക്കെയാണ് സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ. പിന്നെ നമുക്കറിയാം ശൈലജ ടീച്ചറിന്റെ അനുഭവം പറഞ്ഞൂടെ. അപ്പോൾ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ശിവൻകുട്ടിയുടെ കട്ടായ നിലപാടിലൂടെ അതാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമരത്തിനിറങ്ങുന്ന സമസ്തയ്ക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയായിരുന്നു ശിവൻകുട്ടി രംഗത്ത് വന്ന്. അറിയാലോ, അന്ന് വിരട്ടൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു പിണറായി 2.0 ആയിട്ട്. ഇനിയിപ്പോ ഈ വിരട്ടൽ എവിടം വരെ ചെന്ന് നിൽക്കും എന്നുള്ളത് കണ്ടറിഞ്ഞാൽ മതി. അതെ. എന്തായാലും ഈ 10 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു അതായത് മതസംഘടനകൾക്കെതിരെ ഇവർ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അതിപ്പോൾ ശിവൻകുട്ടിയിലൂടെയാണ് നമ്മൾ കണ്ടത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതസംഘടനകൾക്ക്. എന്തായാലും പിണറായി വിജയൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഇനി ഉൾട്ടയാവാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. മുഖ്യമന്ത്രി തിരിച്ചെത്തുന്നതോടെ സമസ്തയും കാന്തപുര വിഭാഗവും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തും എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനത്തിലായിട്ടുണ്ട്. അപ്പോൾ അതായത് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദമുണ്ടാകും. മുഖ്യമന്ത്രി ഇവരുമായി ചർച്ച നടത്തി എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. സമസ്തയുടെയും കാന്തപുര വിഭാഗത്തിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന് അതും വലിയ ക്ഷീണമാവും. മുഖ്യമന്ത്രി തിരിച്ചെത്തുന്നതോടെ സമസ്തയും കാന്തപുര വിഭാഗവും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പറഞ്ഞല്ലോ ശിവൻകുട്ടിയാര് നമ്മൾ മുഖ്യനാണ് കത്തയച്ചത്, മുഖ്യം പറയട്ടെ നീ മാറിയില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രി ഇവരുമായി ചർച്ച നടത്തി എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. സമസ്തയുടെയും കാന്തപുര വിഭാഗത്തിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാകും. അപ്പോൾ അതും ഇപ്പോൾ ഇങ്ങനെ ഉള്ളൊരവസ്ഥയിൽ വഴങ്ങിയാലും അതിന് ക്യാപ്സ്യൂൾ ഇറക്കൂലോ. എന്താ വഴങ്ങി എന്നുള്ളതോ? വഴങ്ങി കൊടുക്കേണ്ടി വരും. വഴങ്ങാതിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വഴങ്ങി കൊടുക്കേണ്ടി വരും. അതിനൊരു ക്യാപ്സ്യൂളും എന്തായാലും പിന്നാലെ പ്രതീക്ഷിക്കാം. തീർന്നില്ല കേരള സർവകലാശാലയിലെ വിഷയം. അതിനേക്കാൾ ബഹുജനമാണ്. സർവകലാശാല സർവകലാപശാലയാക്കി മാറ്റിയിരിക്കുകയാണ് SFIയിലെ കുരുപ്പുകൾ. അപ്പോൾ ഈ കാരണം വായിൽ കൊള്ളാത്ത എല്ലാം പറഞ്ഞ് ഗവർണർ ആർലേക്കറിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് HFI. പച്ചത്തെറി വിളിച്ച് തെരുവിലിട്ട് തല്ലുവെന്നാണ് SFIക്കാർ കൊല വിളിച്ചത്. ഇനി ആർലേക്കറുടെ കാല് പിടിക്കാൻ പോകണം. കാരണം അല്ലെങ്കിൽ മകൾക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ നേരെയുള്ള വാള് വീണ്ടും കേന്ദ്രം എടുത്ത് വീശും. അപ്പോൾ ഇത് കൂടാതെ സ്കൂളുകളിൽ ഗുരുപൂർണ്ണിമയും പാദപൂജയും നടന്നതിൻ്റെ ഒരു വിവാദമുണ്ട്. അപ്പോൾ സമസ്തയുടെ മാത്രം പാദപൂജ ചെയ്യുന്ന മുഖ്യന്റെ ഇരട്ടത്താപ്പ് കൂടി നമ്മൾ ഇനി കാണേണ്ടിയിട്ടുണ്ട്. റവാഡയുടെ വിഷയം. ഇതിനിപ്പോൾ മറ്റൊന്നും കൂടി വന്നിട്ടുണ്ട്. എന്താണ്? കുത്തുപറമ്പിലെ പഴയ വെടിവെപ്പിൽ പിണറായിയുടെ പ്രസംഗം പൊക്കിയിട്ടുണ്ട്. സദാനന്ദൻ മാസ്റ്റർ BJP രാജ്യസഭ MP ആക്കുമ്പോഴാണ് ഈ വിവാദം പൊങ്ങി വരുന്നുള്ള പ്രസക്തമാണ്. കൂത്തുപറമ്പിലെ വെടിവെപ്പിൽ പ്രതിയായി
പിന്നീട് കുറ്റവിമുക്തനായി റവാള ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയാക്കിയതിൽ ഇനിയും പിണറായി പറയുന്ന നിലപാടും നിർണായകമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ തലയ്ക്ക് മുകളിൽ ഒരുപാട് വാളാണ് പിണറായിക്ക് നേരെ നിൽക്കുന്നത്. പിന്നെ ഈ ഊരിപ്പിടിച്ച വാളൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു പുത്തരിയല്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു സംശയമുണ്ട് ആ ഒരു കാര്യത്തിൽ. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹം നടന്നതാണോ അതോ നടത്തിച്ചതാണോ എന്നുള്ള കാര്യം എനിക്ക് ഒരു സംശയമുള്ളൊരു കാര്യമാണ്. അപ്പം എന്തായാലും പിന്നെ ഇത് കൂടാതെയാണ് പാലക്കാട്ടെ CPM-ൽ ശശിവിരുദ്ധ വികാരം ശക്തമായി. അതായത് നമ്മുടെ ശശി തരൂരല്ല, PK ശശി. ശശി UDF-ലേക്ക് പോകുന്നതാണ് ചർച്ച പാലക്കാട്ടെ CPM ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്നത്. ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ട് KTDC-യിലെ പദവിയിൽ നിന്ന് മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട്ടത്തെ പ്രശ്നം ഇപ്പോൾ പാലക്കാടത്തുള്ള പ്രശ്നത്തിൽ പിണറായി ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതൊരു വലിയ ചർച്ചയായിട്ട് നിൽക്കുകയാണ്. പിണറായിയുടെ വിശ്വസ്തനാണ് ശശി എന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ ശശിയെ മുൻ ആസ്ഥാന സെക്രട്ടറിയായ ആർഷോ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ശശിയെ പരസ്യമായിട്ട് തള്ളി പറഞ്ഞ ആർഷോയ്ക്ക് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അതായത് ശശിയെ പേരെടുത്ത് വിളിക്കാതെ ബിലാൽ എന്നാണ് പറഞ്ഞത്. മേരി ടീച്ചർക്ക് ബിലാലെ മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയുമുണ്ട് ആൺമക്കൾ എന്നും പറഞ്ഞാണ് പറഞ്ഞത്. അത് ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ തച്ചുടയ്ക്കും സൂക്ഷിച്ചോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു പേരെടുത്ത് പറയാതെ ശശിക്കെതിരെ ഉയർന്നത്. മണ്ണാർക്കാട്ട് കവലയിലിട്ട് PK ശശിയെ തല്ലു എന്നൊക്കെയുള്ള കൊലവിളികൾ വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ PK ശശിക്കെതിരെ ആർഷോ രംഗത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: പൊന്നു മോനെ അഷ്റഫെ, ഏതെങ്കിലും തമ്പുരാൻ്റെ വാക്ക് കേട്ട് മണ്ണാർക്കാട് അങ്ങാടിയിൽ ഇറങ്ങിയാൽ 2 കാലും കുത്തി നടക്കില്ല എന്നതായിരുന്നു ആർഷോ പറഞ്ഞു. ഈ അഷ്റഫ് ആരെന്ന് അറിയാമോ? പാർട്ടി ഓഫീസിലേക്ക് പടക്കം എറിഞ്ഞത് PK ശശിയുടെ ആളായ അഷ്റഫാണെന്ന ഒരു വിവാദം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിമുടി ബഹളത്തിലേക്കാണ് പിണറായി വിജയൻ വന്നിറങ്ങാൻ പോകുന്നത്. ഏതൊക്കെ വിഷയത്തിൽ ഇദ്ദേഹം മറുപടി പറയുമെന്നുള്ള കാര്യം ചേച്ചിക്ക് പറയാൻ പറ്റുമോ? ചേച്ചിയായിരുന്നു പിണറായി വിജയൻ ആണെങ്കിൽ അപ്പം മിക്കവാറും യാത്രയുടെ ക്ഷീണമെന്ന് പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ തന്നെ കുത്തിയിരിക്കാനായിരിക്കും. അതപ്പോൾ ആ സമയത്ത് എഴുതി കൊടുക്കും എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഈ സമയത്ത് ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അങ്ങ് ഭൂമി ഇടിഞ്ഞങ്ങ് താഴങ്ങ് പോയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ നിലമ്പൂർ തോറ്റ മുതൽ ഇങ്ങോട്ട് CPM-ന് വലിയ പ്രതിസന്ധികളാണ് മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. സർക്കാരിനെതിരെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന വീണത്. ഇതിന് പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അപ്രത്യക്ഷമായി. ചികിത്സാർത്ഥം എന്നാണ് മൊഴിഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയും ഭാര്യ കമല വിജയനും കൂടെയാണ് യാത്രയ്ക്ക് പോയത്. അവരുടെ US-ൽ മിന്നസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ. ഇത് 4ാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോകുന്നത്. നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനയ്ക്കാണ് യാത്ര എന്ന് വ്യക്തമാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എന്ത് രോഗമാണെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമാക്കിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അവിടെ പോകാൻ തുടങ്ങിയത്. അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. 2018 സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ആദ്യമായി വിദേശ ചികിത്സയ്ക്ക് പോയത്. 2022 ജനുവരി 11 മുതൽ 26 വരെയും ഏപ്രിൽ അവസാനവുമാണ് ചികിത്സയ്ക്കായിട്ട് US-ലേക്ക് പോയിരുന്നത്. 3/4 കോടിയോളം രൂപ പിണറായിക്കായി ഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ട്. ഇത് വലിയൊരു വിവാദമായിട്ട് വേറെ നിൽപ്പുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ വാളയാർ പരമശിവം എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹത്തിന് മറ്റൊരു സെൽഫും കൂടി ഉണ്ട്. അതറിയാമോ ചേച്ചിക്ക്? അതായത് ദുബായിൽ ഇദ്ദേഹം വേറൊരു ഇതാണ്, ഒരു പരമശിവമാണ് അദ്ദേഹം. അവിടെ കാരണം വിദേശത്ത് എവിടെ പോയാലും പിണറായി ദുബായ് വഴി പോകും. കാരണം അവിടെ പോകുമ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം ദുബായിൽ ഇറങ്ങിയിട്ട് വരും. അപ്പോൾ ഇന്നലെ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം അവിടെ ഇറങ്ങിയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദുബായിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിരുന്നു രാവിലെ. അതും ദുബായിൽ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. മുഖ്യമന്ത്രി ഇങ്ങനെ ദുബായിൽ അടിക്കടി പോകുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം, അതായത് കേരളം പറ്റിച്ച് കട്ടും മുടിച്ചുമൊക്കെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ കൊണ്ട് പതുക്കിയിരിക്കുന്ന ദുബായിലാണെന്നാണ് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പരക്കെയുള്ള ഒരു വിമർശനം. ഇത്തവണ ആ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ കാല് കുത്തിയിരിക്കുന്ന പിണറായിക്ക് കണ്ടക ശനിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാറൽ മാർക്സ് മുത്തപ്പൻ പിണറായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.